പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മാക്സിമം ഇന്ന് പറ്റുന്ന അത്രയും ചെയ്യാം, ബാക്കി വിട്ടേക്കാം, വേറൊരു ദിവസം ചെയ്യാം. ഇതിലൊരുപാട് കുട്ടി കുട്ടി തൈയുണ്ട്. വെയിൽ നന്നായിട്ട് കൂടി വരിക. ഇതിൽ സ്കൈ കാണാൻ നല്ല അടിപൊളിയാ. കണ്ടോ ഏട്ടാ, ഇതിൽ സ്കൈ കാണാൻ അടിപൊളിയാ. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നല്ല കാറ്റും ഉണ്ട്. നമ്മളിവിടുത്തെ ചക്ക കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. ഉണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ മുകളിലോട്ടുള്ളതൊന്നും അടക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലായിരിക്കും, ഇവിടെ നല്ല ഡാർക്കാണ്. ഇവിടെ എല്ലാം നല്ല നമ്മുടെ ചക്ക. ഒരുപാട് മരങ്ങൾ ഞങ്ങളുടെ വീടിന് ചുറ്റും. കണ്ടോ, റബ്ബർ തോട്ടം, നമ്മുടെ വാഴ, ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചൂടിൻ്റെ ഇഷ്യൂ ഇല്ല വീട്ടിനകത്ത്, ഇത്രയും മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട്. ഇന്നത്തെ കാലത്ത് ചെടി നടാനും മരങ്ങൾ നടാനും ഇല്ല എല്ലാവർക്കും മടി. പണ്ട് നമ്മുടെ കാരണവരൊക്കെ ഇതൊക്കെ നട്ടു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊന്നും വലിയ ചൂടില്ലാതെ ഇഷ്യൂ ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാം അല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സ്മൂത്ത് ആവില്ലേ ഈ വരാൻ വേണ്ടി? പക്ഷെ വേരുള്ളിൽ നിൽക്കുന്നുണ്ടല്ലോ. അല്ല ആ കുട്ടിയുടെ അത് പട്ടുപോകും. പട്ടുപോവോ? നമ്മളിപ്പോ മാറ്റി എന്ന് പറഞ്ഞാലും ഇത് അടുത്ത് വരും. വീണ്ടും വന്ന് ക്ലിയർ ചെയ്താലേ നമ്മൾ വെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആവും, ഇളക്കി വരാൻ വേണ്ടി. ഏറ്റവും ഡീപ്പിൽ നിന്ന് വേര് നന്നായിട്ട് ഇറങ്ങും ഇത്, പക്ഷെ ഇളക്കി വരാൻ എളുപ്പമാണ്. ഇപ്പൊ കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ രാത്രി ചെറിയ മഴ പെയ്തല്ലോ. അതെ, വലിയ പ്രശ്നമില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ നിരീക്ഷിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല അവരെന്തിനാണ് നിരീക്ഷിക്കുന്നത്. അവർ മഴ പെയ്യില്ലെന്ന് പറഞ്ഞാൽ അന്ന് പെയ്യും. അതെ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ടെറസിൻ്റെ മണ്ടയിൽ ഇത് കുറച്ചുകൊണ്ട് നടാവേ. നമുക്ക് പാലിയാച്ച കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഇല്ല, നമ്മുടെ വീടിന് ചുറ്റും സ്പേസ് കുറവാണ്. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മണ്ടയിൽ നടാൻ പറ്റും, പക്ഷെ ഭയങ്കര വെയിലാണ് അവിടെ. ഒട്ടും ചെടിയും അങ്ങനെയൊന്നുമില്ല, ഭയങ്കര വെയിലാണ്. ഫ്രൈ ആവും. അപ്പോൾ അവിടെ പറ്റുകയാണെങ്കിൽ നമുക്ക് നടാം അല്ലേ? ജസ്റ്റ് 1-2 ആദ്യം നട്ട് നോക്കാം, കരിഞ്ഞു പോയില്ല പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് നടാം. ഇതിൽ മാത്രം കിട്ടിയതുണ്ടോ? ഒരുപാടുണ്ടല്ലേ ഇതിൽ? ഇതിൽ ഒരുപാടുണ്ട്. കൊള്ളാം. എന്നാൽ ഞങ്ങളിത് ഓരോന്നായിട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മളിത് തീർക്കാൻ പോകണം, കാരണം ഇത്രയായി. കണ്ടോ, നമ്മളെല്ലാം ക്ലീൻ ചെയ്തു. എല്ലാം നല്ല നല്ല വലുത് നോക്കി മാത്രം വിട്ടിട്ട് ബാക്കി കുട്ടി തൈ എല്ലാം മാറ്റി. കണ്ടോ, ഇതുവരെ നമ്മളാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതാ അത്രയും കുറച്ചുണ്ട്, ഈ സൈഡ് കുറച്ചുണ്ട്, പിന്നെ ആ സൈഡ് അത്രയും ഉണ്ട്. എല്ലാം കൂടെ ഇപ്പം നടക്കത്തില്ല, കാരണം ഇപ്പം തന്നെ നമ്മളിതാ ഇത്രയാക്കി. ഇത്രയും തൈ വെറുതെ വന്നു. ഇതിലിനി നല്ലത് നോക്കി താഴെ നടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലോ, അതായത് ഈ വലുത് നോക്കി ഞങ്ങൾ താഴെ എവിടെയെങ്കിലും നടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഈ മേളിലെല്ലാം കൂടെ നിൽക്കത്തില്ല. അപ്പോൾ താഴെ ഞങ്ങൾ കുറച്ച് സ്ഥലം കണ്ടെത്തി വലുതെല്ലാം ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റും, ചെറുതെല്ലാം കളയായിട്ട് ചെയ്യും. പിന്നെ ഇതാ എല്ലാം നന്നായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിലും കൂടി വരാൻ ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. കണ്ടോ, പിന്നെ നല്ല വലുതാണ് നോക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ചേട്ടനിതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടെ ഉണ്ട്. അത് വലുതായല്ലേ? വലുത് തന്നെ അല്ലേ? ഓക്കെ, വെള്ളം എടുക്കട്ടെ കുടിക്കാൻ? വെള്ളം കുടിക്കും. ഓക്കെ, അത്രയ്ക്ക് നല്ല വെയിലാണ് ഗായ്സ്, നിൽക്കാൻ പറ്റുന്നില്ല. ഓ, മാങ്ങ എവിടെ നോക്കിയിരുന്നു എൻ്റെ കയ്യിൽ അങ്ങോട്ട് ചൂണ്ടിയോ? സൂം ചെയ്ത് നോക്കട്ടെ. ആ, ഓക്കെ. ഓ, അത് ഇങ്ങോട്ട് ഓക്കെ.
മാങ്ങ അല്ലാതെ ഇടയിൽ മാങ്ങ മറ്റേ ഇത് 2 സെക്ഷൻ മാങ്ങയാണ് ചേട്ടാ. നമുക്കിവിടെ 2 ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് മറ്റേ വെള്ളരി. ഇത് പഴുക്കത്തില്ല. ഇതാണ് പറഞ്ഞ പപ്പ അച്ചാറിനിടാന്നുള്ളത്. മറ്റേത് കഴിക്കാനൊക്കെ പറ്റും. അതായത് അതിന്റെ പേര് ഇത് കൊട്ടാരവരിക്ക. ഇത് വെള്ളരി. ഇത് നോക്ക്, ഒരു ഒറ്റ മാങ്ങ ഇങ്ങനെ ഉണ്ടാ. എവിടെ? ആ ഓക്കെ, അത് കാണാൻ പറ്റുമോ? ഓക്കെ, അത് ഓ അതാണ് കൊട്ടാരവരിക്ക. അത് കഴിക്കാൻ കൊള്ളാം. ഓക്കെ, ഇഷ്ടംപോലെ മാങ്ങ കഴിക്കണമല്ലോ. ഇഷ്ടംപോലെ മുകളിലോട്ട് നിൽപ്പുണ്ട് കേട്ടോ. അടക്കാൻ പറ്റില്ല, വെള്ളരിയിലും ഉണ്ട്. ഇത്രയും പൊക്കം ഉള്ളതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ ഗൈസ്, കണ്ടോ മാവ്, ഇവിടെ വാഴയുണ്ട്, പിന്നെ ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ വീടിന് ചുറ്റും. പ്ലാവിൻ്റെ വേറെ തൈകൾ, മുരിങ്ങ, പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ പപ്പയുടെ വാഴ കൃഷിയുണ്ട്. പിന്നെ ഇതെന്താ കുരുമുളകല്ലേ? അത് കുരുമുളകല്ലേ? കുരുമുളക്. പിന്നെ ഇതേതാ? മുന്തിരിയോ? പേരയ്ക്ക? ആനമുന്തിരി. പിന്നെ തെങ്ങ്. പിന്നെ ഇതെന്താ? ഇത് ആനമുന്തിരിയോ? ഇത് നോർമൽ മുന്തിരി. പിന്നെ ഇത് നമ്മുടെ തേക്ക ബദാമോ? ഇത് തേക്ക് ബദാമല്ലേ? ആണോ? പിന്നെ ഇത് നോർമൽ മുന്തിരിയാ? രണ്ടും കൂടെ ഉള്ള. രണ്ടും നിപ്പുണ്ട്. പിന്നെ ബാക്കിൽ ഏതൊക്കെയാ? മുരിങ്ങ, പിന്നെ ചക്ക. ഇത് ഏതാ ചേട്ടാ പപ്പ പറഞ്ഞു? ഇത് ക്യാൻസറിന്. ഒരെണ്ണം നിപ്പുണ്ട്. അതാ ഉണ്ടോ? ഒരാത്തിച്ചക്ക നിപ്പുണ്ട്. പിന്നെ ഇത് ചെറുത്, ഇത് അതാ ഒന്ന് കാണിച്ചേക്കണം. അത് ആപ്പിൾ ജാമ്പ. പിന്നെ ഇത് ആത്തിച്ചക്ക, പിന്നെ പുളിച്ചിക്ക, പിന്നെ മൾബറി, പിന്നെ എന്താ ഉള്ളത്? പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ചക്ക, പ്ലാവ്, ബാക്കിയൊക്കെ കാണിച്ചു. അപ്പം ഇത്രയും കൃഷി സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ പപ്പയുടെ കൃഷിയാണ്. പണ്ടുള്ളവരിങ്ങനെയല്ലേ, അവരെല്ലാം ഇങ്ങനെ നട്ട് പിടിപ്പിക്കുമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫ്യൂച്ചർ തലമുറയ്ക്കാണ് ഇതൊക്കെ നടാനും വളർത്താനും ഒക്കെയുള്ള മടി. ഇവിടെ എൻ്റെ വീടിന് ചുറ്റും മിക്കതും ഉണ്ട്. പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു സാധനങ്ങൾ. അതൊക്കെ പപ്പ ഒരുപാട് നട്ടിട്ടുണ്ട്. അത് മമ്മിയും കൂടെ ചേർന്ന് കറിവേപ്പിലയും കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ താഴെ നമ്മുടെ വാഴ കൃഷിൻ്റെ അങ്ങൊക്കെ കുറേ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് അത്രയായി. പിന്നെ ഇനി ഇവിടെ നിന്ന് കുറച്ചെടുത്ത് അപ്പുറത്തോട്ട് മാറ്റണം. പിന്നെ ഈ സൈഡ് ഇച്ചിരി ഉണ്ട്. ഈ സൈഡ് ഒരുപാടുണ്ട്. അതിനിപ്പോൾ ടൈമില്ല. നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തു, എല്ലാം ഇട്ടു. ഇനി മഞ്ഞളുടേത് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. മാറ്റിയിട്ട് മഞ്ഞളായിട്ടില്ലല്ലേ? ഇത് മറ്റേ ഡ്രാഗൺ. ഓ മഞ്ഞളായിട്ടില്ല. ഇനി മഞ്ഞളും കൂടെ ആയതിനു ശേഷം അത് മാറ്റി നടണം. ബാക്കി ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വേണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയാണ് ഇത്രയും വിട്ടിരിക്കണേ. ഓക്കെ, അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. കുറച്ച് നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് മാറ്റി നടാൻ വേണ്ടിയിട്ട്. താഴെ എങ്ങാനും നടാം. പിന്നെ ഇനി ഇത്രയും നമുക്ക് കുറച്ച് തൈയൊക്കെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം. ബാക്കി നമ്മൾ മാറ്റും, ടൈം കിട്ടുന്നതനുസരിച്ച് മാറ്റും. പിന്നെ ഇവിടെ ഇത്ര ഇതാ കാട് പോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ ഇനി 2 തവണ കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്കി ആ സൈഡ് അത്രയും ക്ലീനായി. വലുത് മാത്രമാണ് വിട്ടേക്കുന്നത്. ബാക്കി കുഞ്ഞു സാധനങ്ങൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. കുഞ്ഞു മാറ്റിയിട്ടുണ്ട്, വലുത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഈ വീഡിയോസ് അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കുറച്ച് വീഡിയോസായിട്ട് ഇനിയും ഞങ്ങൾ വരും. ബൈ.